ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 ലിറ്ററോളം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. സോയ ചങ്ക്സ് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഈ സോയ ചങ്ക്സിന് വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. ആരോഗ്യപരമായ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കുള്ളതാണ് ഈ സോയ ചങ്ക്സിൽ നിന്ന്. ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞാലും തീരാത്തത്ര ഗുണങ്ങൾ ഈ സോയ ചങ്ക്സിനുണ്ട്. ഹൈ പ്രോട്ടീനാണിത്, ഹൈ പ്രോട്ടീനാണ്. പിന്നെ ലോ ഫാറ്റാണ്. പിന്നെ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഭാരം കുറയ്ക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ് ഈ സോയ ചങ്ക്സ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം തിളക്കട്ടെ, വെന്ത് വരട്ടെ. അപ്പോൾ സോയ ചങ്ക്സ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് അരിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ്. ഇനി ഇത് തണുക്കേണ്ടതുണ്ട്. സോയ ചങ്ക് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5 അല്ലി, വലിയ അല്ലിയാണ് കേട്ടോ, വെളുത്തുള്ളിയും ഒരു ഏകദേശം വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്ന പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ സോയ ചങ്ക്സ് തണുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ചത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിറയെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം പിഴിഞ്ഞ് മാറ്റണം. അതെങ്ങനെ വെള്ളം പിടിച്ചിട്ടുണ്ടാവും ഈ ചങ്ക്സിൽ. അപ്പോൾ വെള്ളം മുഴുവൻ ഇങ്ങനെ ഇതുപോലെ പിഴിഞ്ഞ് മാറ്റേണ്ടതുണ്ട്. നമ്മൾ സോയ ചങ്ക്സിൽ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിരിക്കുന്നത്, ഏകദേശം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കണ്ട. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി ആവശ്യം ഉള്ളവർ കുറച്ചുകൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കട്ടെ. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. അപ്പോൾ സോയ ചങ്ക്സ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കും. അപ്പോൾ സോയ ചങ്ക്സിൻ്റെ കുറേ ഗുണങ്ങൾ നമ്മളിപ്പോൾ കേട്ടായിരുന്നു. വെയിറ്റ് ലോസ്, നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനും ഈ സോയ ചങ്ക്സ് നമുക്ക് ഉപകാരപ്പെടും. പിന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ എല്ലുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ സോയ ചങ്ക്സിൻ്റെ ഉപയോഗമുണ്ട്. പിന്നെ ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യുകയും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽ മാനേജ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് ബാഡ് കൊളസ്ട്രോളിനെ അതിൻ്റെ ലെവൽ കുറയ്ക്കുന്നു. വൈറ്റമിൻ ബി ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ബ്രെയിൻ ഫങ്ഷനെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ കുറേ ഗുണങ്ങൾ ഈ സോയ ചങ്ക്സിനുണ്ട്. നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന ഒരു സാധനമുണ്ട്, പക്ഷേ ഇത് വളരെയധികം ഗുണങ്ങളുള്ള ഒരു സാധനമാണ് സോയ ചങ്ക്സ്. പിന്നെ മിനറൽസ്, കാൽസ്യം, അയൺ, മാഗ്നീഷ്യം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ സോയ ചങ്ക്സിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് തരം കറികൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ബീഫിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയൊക്കെ ഇടാം. അല്ലാതെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു തോരൻ വെക്കാം. ഒരു വെജിറ്റബിളാണ് അത്. നമുക്ക് പല തരം കറികൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണ പോകത്തക്ക രീതിയിലുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് മുഴുവൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം എടുത്തത് എണ്ണയൊക്കെ മാറിപ്പോയി ഇതിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ബാക്കി ഇച്ചിരി എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിരുന്ന പാത്രത്തിലേക്ക് 1-2 ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് രണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇടുകയാണെങ്കിൽ ബാക്കി അതിൽ പിടിച്ചിരിക്കുന്ന എണ്ണയും കൂടെ ഈ ടിഷ്യൂ പേപ്പർ പിടിച്ചെടുക്കാം. അപ്പോൾ സോയ ചങ്ക്സ് മുഴുവൻ വറുത്ത് കോരി ഇനി കുറച്ച് തേങ്ങ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളവരിട്ടാൽ മതി, ഇടണം എന്നുള്ളവരിട്ടാൽ മതി. ഞാനിതോട്ട് ഇട്ട് കൊടുക്കാൻ എണ്ണയിലോട്ട് വറുത്ത് പോരാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ഇതും കൂടെ ഇട്ട് വറുത്ത് കോരാം. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഉണ്ട്. ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.